ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മാമച്ചനെയും ഗ്രേസിനെയാണ്. നമ്മുടെ രേവതിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ കയ്യിൽ ഒരു പേപ്പറും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, റിസൾട്ട് വായിച്ചു കാണുമല്ലോ അല്ലേ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചനും ഗ്രേസിയും പറഞ്ഞു, വായിച്ചു. ആ, വായിച്ചു അല്ലേ? വായിച്ച് ബോധ്യപ്പെട്ട് കാണൂലോ എല്ലാം. ഇനിയിപ്പോ ഞാൻ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? ആ, ദേ ആന്റി, പ്രത്യേകിച്ച് ഞാൻ പറയണേ, തൽക്കാലം സേഫ് ആണെന്ന് കരുതി അഹങ്കാരം കാണിക്കാൻ നിൽക്കരുത്. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അഭിനയം ഇച്ചിരി ഓവറ. ഒരു പൊട്ടിക്ക് കുറച്ചങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് മാമച്ചൻ കിടന്ന് ഭയങ്കര ചിരി കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചിരി, ഇങ്ങനെ അടക്കി പിടിച്ച് ചിരിക്കുക. അപ്പൊ നമ്മുടെ രേവതി കൂട്ടി വന്നിട്ട്, അതെന്നാ ചിരി? ഭയങ്കര ചിരിയാണല്ലോ. ചിരി നിർത്തല്ലേ, ചിരിക്ക്, എങ്ങോട്ട് ചിരിക്ക്. ചിരി കണ്ടാ തോന്നും IAS പരീക്ഷയ്ക്ക് ഹൈ മാർക്കോ റാങ്കോ ഒക്കെ മേടിച്ചിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണെന്ന്. ദേ, ഈ റിപ്പോർട്ടിലെ ഏതെങ്കിലും സേഫ് ആണോ? ഷുഗർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് തുടങ്ങിയ ഒരു സാധാരണ മനുഷ്യ ശരീരത്തിൽ കാണുന്നു അതെല്ലാം കൂടുതല്, ഒന്നും കുറവുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ കൂടിയിരിക്കുന്ന ഒരു ക്രെഡിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ മാമച്ചന്? എന്റെ പൊന്ന് രേവതി, നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, നടക്കുന്നുണ്ട്. നീ തരുന്ന ജ്യൂസ് പിടിക്കുന്നുണ്ട്. നീ പറയുന്നതും ഡോക്ടർ പറയുന്നതും നാട്ടുകാര് പറയുന്നതടക്കം സകല ഭക്ഷണക്രമവും നോക്കുന്നുണ്ട്. എന്നിട്ടും കുറയാത്തത് എന്താണെന്ന് എനിക്ക് അറിയാൻ മേലെന്റെ രേവതി കുട്ടിയെ. പിന്നെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച ജെൻസിന്റെ ഗുണമായിരിക്കും. ഞാൻ നോക്കിയിട്ട് അതിനെ ഒരു ചാൻസ് ഉള്ളൂ. അത് തന്നെയാ സംഭവം. അല്ലാതെ ഇങ്ങനെ വരേണ്ടതില്ലല്ലോ. ഇനി അവരുടെ തലയിലേക്ക് കൊണ്ട് ഇടല്ല. അല്ലാതെ വണ്ടിക്കകത്തും പറമ്പില് ക്ലബിലും പോയി ഒളിച്ചും പാത്തും തിന്നും കുടിക്കുന്നതൊന്നും അല്ലല്ലേ. കള്ളത്തരമാണോ ഈ ജെൻസിന്റെ ഗുണമായിട്ട് പറഞ്ഞത്? അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി വന്നിട്ട്, അത് പറഞ്ഞത് ശരിയാ. അതെ രേവതി കുട്ടി, നീ പറഞ്ഞത് ശരിയാ. മാമച്ചായൻ കള്ളത്തരം കാണിച്ചത് കൊണ്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ മാമച്ച പറഞ്ഞു, ഗ്രേസമേ, കഴിഞ്ഞ ആഴ്ച വരാ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ ഒരുമാതിരി പീലാസോത്താവരുതേ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കുട്ടി പറഞ്ഞു, ഈ പീലാസോത്ത് കഴിയുന്നുണ്ടെങ്കിലേ കണക്കായിപ്പോയി. സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാ മതി. യേശുക്രിസ്തുവിന്റെ കാര്യത്തിലല്ല, ഇതുപോലെ ഒരു കള്ളന്റെ കാര്യത്തിലല്ലേ പീലാസോത്തോസൊക്കെ കൈ ഒഴിഞ്ഞത്. അത് അതിപ്പം കണക്കായി പോയി നമുക്ക് കൂട്ടിക്കും. അപ്പോഴത്തേക്ക് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ഞാൻ എടുത്തോളാം. രണ്ടുപേരും ഇവിടുന്ന് അരങ്ങേക്കരുത്. ഡിസ്കഷൻ ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. അലീന ചേച്ചി എന്നെ വിളിക്കുന്നത്, അതും കൊണ്ട് ഞാനൊന്ന് കോൾ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗ്രേസി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ? നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ? അതിന് അവള് വരുമ്പം ഇവിടെ കണ്ടാ പോരെ? ദൈവമേ, ഒരു കാര്യം ഞാൻ പറയാം. അവൾ ഇപ്പോഴെങ്ങാനും വന്നാലുണ്ടല്ലോ, മിക്കവാറും നമ്മളെ തിന്നും. അതും കൊണ്ടാ ഞാൻ പറഞ്ഞത്. അവളെ അലീനയല്ലേ വിളിച്ചത്. അവര് കാര്യങ്ങളും എല്ലാ വാർത്തയും ഒക്കെ കേട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇവരെയൊക്കെ കുറ്റമായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, സമയം കുറെ ആകും. ഞാനേ കുറച്ചു നേരം പോയി കിടക്കട്ടെ. പിന്നെ ആ പിള്ളേർ കുറ്റം പറയുമോ? ആരെ കുറ്റം പറയുമോ? ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. നിങ്ങളല്ലേടാ കള്ളത്തരം കാണിക്കുന്ന അമുത് കള്ളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിനക്കിപ്പോ എന്താ പറ്റിയത്? നീ ഇതിനെ എന്റെ തലമണ്ടേ കയറുന്നത്? ഇപ്പൊ ഞാൻ പോകുന്നതാണോ പ്രശ്നം? എന്നാ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് നമ്മുടെ മാമച്ചൻ അവിടെ ഇരുന്ന് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് അലീനയും അതുപോലെ നമ്മുടെ രേവതിയും കൂടെ സംസാരിക്കുന്നതാണ്. വഴക്കിട്ട് പോയതാണോ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന പറയാണ്, അതെ, നമ്പർ 1 റീസൺ എപ്പോഴും ഉണ്ടാവൂലോ. ഇപ്പം ബബിതയും രോഹിത്തും എന്റെ കൂടെ അല്ലേ, അപ്പൊ അതുകൊണ്ട് അത് പറ്റത്തില്ല. ഇവിടെ ആണെങ്കില് ഭൂരിപക്ഷം കുറവല്ലേ, അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടല്ലോ, ആൾബലത്തിന് ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് കൈതക്കിലേക്ക്. അല്ല അലീന ചേച്ചി എന്താ പറയുന്നത്? അതിന് വേറൊന്നും അല്ല മേഡം, ഇവിടെ തന്നെ വേണം. ഞാനുള്ളത് കൊണ്ടാണ് ഇവിടെ ഇതൊക്കെ രണ്ടായിട്ട് നിൽക്കുന്നത്. അറിയാലോ, നമ്മുടെ രോഹിത്തിനെ തിരിച്ച് കോളേജിലെടുത്തു. അതൊന്നും ആഘോഷിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ എല്ലാം നോക്കുമ്പോഴത്തേക്കും അതിന്റെ മൂലകാരണം ഞാൻ തന്നെയല്ലേ. പിന്നെ ചേച്ചിയുടെ അമ്മയ്ക്ക് മറ്റുള്ളവരുടെ സന്തോഷവും വിജയമൊന്നും ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പോട്ടെ മോളെ, അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ ഒന്നും പറയണ്ട, പറയാതിരിക്കുന്നത് നല്ലത്. രണ്ടുപേരുടെയും ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയതേ ഉള്ളൂ. അതിന്റെ ഒരു മീറ്റിംഗിലായിരുന്നു ഞങ്ങള്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയാം.
ഓ, ഗ്രൂപ്പ് ഡിസ്കഷൻ. രണ്ടുപേരെയും കൂടെ വറുത്ത് കോരുമായിരിക്കും നീ, അങ്ങനെ പറ. അയ്യോ, ഞാനോ? എന്റെ അത്രയും മര്യാദയുള്ളൊരു കൊച്ച് ഈ ഭൂമി മലയാളത്തിൽ കാണുന്നു തോന്നുന്നുണ്ടോ? ഉം രണ്ടുപേരെയും കൂടി ഒരുമിച്ച് നിർത്തി സമാധാനപരമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഉം എന്നിട്ട് അവര് പറയുന്നത് കേട്ടിട്ട് ഞാന് അവരോട് കേണപേക്ഷിക്കും. അയ്യോ മാമച്ച, ഗ്രേസി, ദേ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടിയല്ലേ ഇങ്ങനെ പറയുന്നത് എന്ന്. അപ്പോഴത്തേക്കും അവരത് സമ്മതിക്കും, പരിപാടി കഴിയും. ഓഹോ, ആരാ കേണപേക്ഷിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ. അത് പിന്നെ ആരാണേലും എന്നാ, നമ്മുടെ മാറ്റം എന്താ? ആരോഗ്യം, അതുപോരെ, അതങ്ങോട്ട് എടുത്തിട്ടാ പോരെ. ഓ, ചുരുക്കം പറഞ്ഞാല് നിന്റെ പീഡനത്തിൽ നിന്ന് അവര് ഇപ്പം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഫോൺ കോള് ഉള്ളത് കൊണ്ട്. ഞാനേ ഇപ്പം അവരുടെ മുമ്പിൽ യേശു ക്രിസ്തുവാ, കാരണം അവരെ രക്ഷിച്ചത് ഞാനാണല്ലോ. ഓ പിന്നെ യേശു ക്രിസ്തു. അതെ, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഞങ്ങളിന്ന് ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ പോവാ, ടോണിച്ചായന്റെ കൂടെ. ആണോ? അല്ല, ഈ ടോണിച്ചേട്ടൻ എങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പിലെത്തി? ഇത്രയും നാൾ ഇല്ലായിരുന്നല്ലോ. ആ, അത് പറഞ്ഞില്ലല്ലോ, 2-3 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഇവിടെ. ഈ ടോണിച്ചായൻ അടിച്ച് ഫിറ്റായി ഇവിടെ വന്നിട്ടേ, ഓഹ് അങ്കിളിനെ ആദ്യനെ കുറേ ചീത്ത വിളിച്ചു. എന്നിട്ട് എന്തായിടി? അതെ, എന്നിട്ട് എന്താകാനാ, കുറേ പറഞ്ഞ് പുള്ളിക്ക് മടുത്തപ്പം പുള്ളി അങ്ങ് പോയി. അടിപൊളിയായിരുന്നു കേട്ടോ പെർഫോമൻസ്. മുഴുവനും കേട്ടത് കൊണ്ട് അങ്കിളും ആന്റി ഞാനും കണ്ണു തള്ളി നിൽക്കേണ്ട അവസ്ഥ വന്നു. പരിപാടി കഴിഞ്ഞപ്പം പുള്ളി സലാം പറഞ്ഞങ്ങോട്ട് പോയി. പക്ഷേ ഞങ്ങളുടെ മനസ്സിലായിരുന്നു വിഷമം, എന്റെ മനസ്സിലല്ല കേട്ടോ. ആന്റിക്കും മാമച്ചനങ്ങളും നല്ല വിഷമമായിരുന്നു. പിന്നെ അങ്കിള് പറഞ്ഞ് വിട്ടേക്ക്, കള്ളും പുറത്ത് സങ്കടം പറഞ്ഞല്ലേന്ന്. അല്ല, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ ഒരുമിച്ചത്? ആ, അതല്ലേ കോമഡി. കള്ളിറങ്ങിയപ്പോഴത്തേക്കുവേ പുള്ളിക്ക് കുറ്റബോധം കയറി ഇങ്ങോട്ടേക്ക് വന്നു പശ്ചാത്തപിക്കാനായിട്ട്. പിന്നെ പശ്ചാത്തപിക്കുക, അങ്കിളും ആന്റിയും ക്ഷമിക്കുകയും കൂടെ ചെയ്തപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായി. ഇപ്പോഴുണ്ടല്ലോ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ആ, അതേതായാലും നന്നായി മോളെ. അല്ല, നിങ്ങൾ എപ്പോഴാ പോകുന്നത്? റെഡിയായോ? പുള്ളിക്കാരൻ എത്തിയിട്ടേ റെഡിയാകുന്നുള്ളൂ. ഇനി പശ്ചാത്താപത്തിന്റെ പുറത്ത് പറഞ്ഞ പ്രായച്ചിത്തമാണോ എന്ന് അറിയത്തില്ലല്ലോ ഇത്. അതുകൊണ്ടാ പതുക്കെ റെഡിയാകാന്ന് ഓർത്തിരിക്കുക. എന്നാ സമയം കഴിയണ്ട, നിന്റെ പരിപാടി തുടങ്ങട്ടെ. നീ ഒരു കാര്യം ചെയ്യേ, അവരെ ക്രൂശിക്ക്. പിന്നെ ഡ്രസ്സൊക്കെ മാറണ്ടേ. അല്ല, എന്റെ അവിടത്തെ വിശേഷമൊക്കെ? ഓ, ഇവിടത്തെ വിശേഷം എന്തുവാ, ബബിതയും കൃഷ്ണമോളും രോഹിതും എല്ലാം പ്ലാൻ ചെയ്യും. അതനുസരിച്ച് ഞാനിപ്പം എല്ലാം കേൾക്കുന്നു. അല്ല, വീരൻ എന്ത് പറയുന്നു? വീരനോ? ഏത് വീരൻ? അല്ല, രോഹിത് ബാലചന്ദ്രൻ എന്ത് പറയുന്നെന്ന്. കോളേജിലൊക്കെ പോയി തുടങ്ങല്ലേ, നല്ല പയ്യനാവോ? രേവതിക്കുട്ടി, ഞാനൊന്നും പറയുന്നില്ലേ. എന്നാ പിന്നെ ചേച്ചിയുടെ യുദ്ധം തുടങ്ങട്ടെ. ഞാനേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്നുമോളെ, അവരൊക്കെ ഒന്നേക്കല്ലേ. കൊല്ലത്തില്ല, ഇച്ചിരി ജീവൻ ഞാൻ ബാക്കി വെക്കും, ഇനിയും എനിക്ക് പൊരിക്കാനുള്ളതല്ലേ. എന്നാ പിന്നെ ശരി, ഞാൻ വെച്ചേക്കാണേ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാമേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്തു. അലീനെ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും പിന്നെയും ക്രൂശിലേറ്റാനായിട്ട് നമ്മുടെ രേവതിക്കുട്ടി അങ്ങ് ചെന്നുമ്പോഴത്തേക്ക് രണ്ടുപേരെയും കാണുന്നില്ല. വേറെ ആരുമല്ല, നമ്മുടെ ഗ്രേസിനെ മാമച്ചനെ. ഏതായാലും ഗ്രേസി ഇരുന്ന് TV കാണുന്നു, മാമച്ചൻ ഗ്രേസിയുടെ തോളിൽ ചാരി കിടന്ന് ഉറങ്ങുന്നു. ഇത് കണ്ടത് നമ്മുടെ രേവതിക്കുട്ടിക്ക് തരിച്ചു കയറിയില്ലേ. ഈ സമയത്ത് ഗ്രേസി പെട്ടെന്ന് കണ്ടുവിട്ടോ രേവതിക്കുട്ടി വന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി ചോദിച്ചു, ചോദിച്ചു. അപ്പോഴത്തേക്കും മാമച്ചനെ നോക്കി. മാമച്ചൻ നോക്കിയപ്പോ മാമച്ചൻ നല്ല ഉറക്കം തോളിൽ കിടന്ന് ഗ്രേസിയുടെ. അപ്പം നമ്മുടെ ഗ്രേസി രേവതിക്കുട്ടിനെ വിളിച്ചു, വന്നേടീന്ന്. അപ്പോഴത്തേക്ക് ഒരു ചിരിയോടൊക്കെ കൂടി നമ്മുടെ രേവതിക്കുട്ടി അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഗ്രേസിയുടെ മറ്റേ തോളിലെ ആ തോളിലേക്ക് അങ്ങ് ചാരി കിടന്ന് കെട്ടിപ്പിടിച്ചിട്ട്, എന്നിട്ട് 3 പേരും കൂടെ കിടക്കണം അങ്ങനെ കെട്ടിപ്പിടിച്ചതിൽ. ഈ ഒരു സമയത്താണ് ആര് വരുന്നത്? നമ്മുടെ ടോണിച്ച വരുന്നത്. ടോണിച്ചൻ അങ്ങ് നമ്മുടെ ഷെറിനെ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടി വരികയാണ്. അങ്ങനെ ടോണിച്ചൻ വന്നു. ടോണിച്ചൻ വന്നൊരു കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി പതുക്കെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങി വരികയാണ്. രേവതിക്കുട്ടി ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ടേക്കുന്നത്, നല്ലൊരു പാർട്ടി വെയർ കുർത്തിയായിരുന്നു, അടിപൊളിയുണ്ട് കാണാനായിട്ട്. ഏതായാലും നമ്മുടെ ടോണീനെ കണ്ടതും, വന്നോ, വാ കേറി വാ. അത് പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണ്ടേ, ലേറ്റ് ആയാലോ. അതിന് പിന്നെ അങ്കിളും ആന്റിയും കൂടെ റെഡിയാകാതെ എങ്ങനെയാ പോകുന്നത്? കേറി വാ, ഞാൻ സൂപ്പർ ചായ ഇട്ട് തരാം. അത് പിന്നെ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇനി ഞാൻ ഭീഷണിപ്പെടുത്തണോ? കേറി വാ, ഒരു ചായ കുടിച്ചെന്ന് ഓർത്തോണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കേറി വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മുടെ അലീന ഭീഷണിപ്പെടുത്തി നമ്മുടെ ടോണിച്ചനെ കൊണ്ടുവന്ന് ഇരുത്തി ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും എന്തേ ഗ്രേസി മാമച്ചനും കൂടെ ഒരുങ്ങി പതുക്കെ ഇറങ്ങാണ്. അങ്ങനെ നമ്മുടെ മാമച്ചൻ ചോദിച്ചു, അല്ല വന്നിട്ട് കുറച്ചു നേരം ആയോ, ബോറടിച്ചോ?
ഇല്ല, ബോറൊന്നും അടിച്ചില്ല. അത് പിന്നെ ഞാനല്ലേ ചായ ഇട്ട് കൊടുത്തത്. ചിലപ്പം ബോറടിച്ചേനെ. ചായ കുടിച്ച് ബോറടി അങ്ങ് മാറ്റിയെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോ സ്വഭാവം മാറിയേനെ. അപ്പൊ ടോണിച്ചൻ പറഞ്ഞു, നിങ്ങൾ കരുതുന്നത് പോലെ ഞാനൊരു പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു അബദ്ധം പറ്റി, കുറച്ച് കൂടുതൽ കുടിച്ചു പോയത് കൊണ്ട് പറ്റിയതാ. അപ്പൊ ഗ്രേസി പറഞ്ഞു, എന്റെ പൊന്നു ടോണി, ഇതൊക്കെ ഇവളുണ്ടല്ലോ ചൊറിയാൻ പറയുന്നത്, അതിനൊക്കെ എന്തിനാ വിശദീകരണം പറയുന്നത്? എന്നാ ബാ, സമയം പോയി, പോണ്ടേ? അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചൻ ചോദിച്ചു, അല്ല അവിടെ ചെന്നിട്ട് എന്താ പ്ലാന്? അത് പിന്നെ എനിക്ക് ഷെറിനെ കാണണമെന്ന് പറയും. അവര് കുറച്ച് തിരക്കിലൊക്കെ ആയിരിക്കും, കലിപ്പിലൊക്കെ ആയിരിക്കും. അത് നമുക്ക് മാനേജ് ചെയ്യാം. ഉം ഞങ്ങൾ ഒരു തവണ ഷെറിനെ പോയി കണ്ടിട്ട് പ്രശ്നമായതാ. അതുകൊണ്ട് കൂടുതൽ വഷളാകാനാ ചാൻസ് കൂടുതൽ. ഉം എങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടണ്ടേ ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ച്? എന്നാലേ ഷെറിൻ തന്നെ സംസാരിച്ചേ പറ്റൂ. അവളുടെ വീട്ടുകാരൊന്നും വിട്ടു പറയാൻ ചാൻസ് ഇല്ല. ഞാന് എന്തെങ്കിലും അപ്പൊ കൈ നീടും, കൂടെ നിന്നാ മാത്രം മതി. നമുക്ക് വേണ്ടത് ആ കുഞ്ഞെവിടെയെന്ന് അറിയണമല്ലോ, അതിനല്ലേ നമ്മൾ പോകുന്നത്. കൈക്ക് നിങ്ങൾ ചിലപ്പോ എന്റെ റിലേറ്റീവ്സ് ആണെന്നൊക്കെ ഞാൻ പറയാം. അപ്പൊ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി പറഞ്ഞു, അതൊക്കെ അവര് വിശ്വസിക്കുവോ? അത്രയ്ക്ക് പൊട്ടന്മാരാണ്. ഞാൻ ഒന്ന് അവിടെ ചെന്നതല്ലേ ഞങ്ങള്. വിശ്വസിക്കണോ വേണ്ടേന്നുള്ളതൊക്കെ അവരുടെ സൗകര്യം. നമ്മുടെ കാര്യം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം, അത് മാത്രം മനസ്സിൽ കണ്ടാൽ മതി. അപ്പം ടോണി തന്നെ ലീഡ് ചെയ്തോ, ഞങ്ങൾ കൂടെ പിടിച്ചു നിന്നോളാം. അവരെന്ത് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് മാനേജ് ചെയ്തോളാം. നിങ്ങൾ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എന്നാ പിന്നെ പ്ലാൻ കൈയടിച്ച് പാസ്സാക്കിയേക്കാണേ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാന്ന് ടോണിച്ചനും. അങ്ങനെ അവര് നേരെ നമ്മുടെ ഷെറിനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവര് വണ്ടി ഓടിച്ച് നമ്മുടെ ഷെറിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും മാമച്ചനൊക്കെ ഒരു പേടിയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ തവണ വന്നപ്പോ ഭയങ്കര പ്രശ്നമായല്ലോ. അപ്പൊ ടോണിച്ചിനോട് പറയാണ്, കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഭയങ്കര പ്രശ്നമായ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ചെറിയൊരു ഭയമുണ്ട്. അല്ല, നിങ്ങൾ ഇതിന് ടെൻഷൻ അടിക്കുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. അല്ല, കഴിഞ്ഞ തവണത്തെ കാര്യം ഓർക്കുമ്പോ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുന്നത്? വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുമെന്നൊരു തോന്നല്. അല്ല, അന്ന് നിങ്ങൾ വന്നപ്പോ എന്തിനാ ശരിക്കും പ്രശ്നം ഉണ്ടായത്? ഞങ്ങളുടെ ജിജോ കാരണമാ ഷെറിന് ഇങ്ങനെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ്. ഓ, അപ്പൊ ഞാൻ മാത്രമല്ലായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായക്കാരൻ. നിങ്ങൾ ആരും ഇങ്ങനെ വറീഡ് ആകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ രേവതി പറഞ്ഞു, അല്ല ടോണിച്ചായനെ അകത്ത് കയറ്റു അവര്? അത് സംശയമാണ്. നമുക്ക് ശ്രമിക്കാം. എനിക്ക് ഇടിച്ചു കയറാലോ. കാരണം എന്റെ ഭാര്യയാണല്ലോ ഷെറിന്. അപ്പൊ പിന്നെ യാതൊരു കുഴപ്പമില്ല. അതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ കേറിക്കോളാം. പുറകെ നിങ്ങൾ കേറിയാ മതി. പിന്നെ ഷെറിനെ കാണാൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. അല്ല, ഇവിടം കൊണ്ട് ഇത് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ഗ്രേസി. അപ്പം ടോണിച്ചൻ പറഞ്ഞു, അതല്ലേലും ഇവിടെ ഉള്ളവരെന്നെ ആ രണ്ട് രീതിയിലും ആരും സ്വീകരിക്കത്തില്ല, അറിയാം. ഷിറിനെ കൊണ്ടുവന്ന് വിട്ടേന്ന് ഞാൻ നല്ല രണ്ട് വർത്താനം പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോയത്. ഓഹോ, അപ്പം ഇത് സ്ഥിരം പരിപാടിയാണോ ഈ വർത്താനം പറച്ചില്? എന്റെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആരും പറഞ്ഞു പോകും മാമച്ച ഇതുപോലെയുള്ള വർത്താനങ്ങള്. അപ്പൊ രേവതിക്കുട്ടി പറഞ്ഞു, അതൊക്കെ എന്തേലും ആവട്ടെ, ഇപ്പോഴത്തെ പ്ലാൻ പറ എന്താണെന്ന്. ഇപ്പോഴത്തെ പ്ലാൻ അല്ലേ? അത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ ടോണി ഒന്ന് ചെയ്തു ചിന്തിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നാ തൽക്കാലം വണ്ടി തന്നെ ഇരിക്കെ, ഞാനൊന്ന് ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ, പുറകെ നിങ്ങൾ വന്നാൽ മതി. അപ്പൊ രേവതിക്കുട്ടി ചോദിച്ചു, വണ്ടിയിൽ ഇരുത്താനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? അതല്ല, ഞാൻ ആദ്യം ചെന്ന അനുകൂല സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ വരണം പുറകെ. അപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ച പറഞ്ഞു, ഇവള് പറയുന്നൊന്നും കാര്യാക്കണ്ട, ഞങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യാം. ടോണിച്ചൻ പോയിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പറഞ്ഞു, അതെ, ഓൾ ദി ബെസ്റ്റ് ടോണിച്ചായ, പോയിട്ടേ വാ, നല്ല രീതിയിൽ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ടോണിച്ചനെ വിടുകയാണ്. ഏതായാലും ടോണിച്ചൻ അവിടെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നം എന്താണെന്ന് ടോണിച്ചന് നന്നായിട്ട് അറിയാട്ടോ. ഈ സമയത്ത് നമ്മുടെ ഗ്രേസി പറഞ്ഞു, അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും അല്ലേ മാമച്ച? എങ്ങനെയാണെങ്കിലും ഒരു സംസാരം ഉണ്ടാവും ഗ്രേസ് അമ്മേ, പക്ഷെ വലിയ പ്രശ്നമൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ രേവതിക്കുട്ടി പറഞ്ഞു, എന്നതേലും ഉണ്ടായാല് നമുക്ക് പോയങ്ങ് ഇടപെടാം അല്ലേ അങ്കിളെ? നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. ഈ ഒരു സമയത്ത് നമ്മുടെ ടോണിച്ചൻ കോളിംഗ് ബെൽ അടിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഷെറിന്റെ ആങ്ങള് വന്ന് ഡോറും തുറക്കുകയാണ്. ടോണിച്ചനെ കണ്ടതും ഒന്ന് സ്റ്റക്കായിട്ട് നിന്നു. എന്നിട്ട് ചോദിച്ചു, എന്നാത്തിന് വന്നതാ? അത് പിന്നെ ഇതെന്റെ ഭാര്യ വീടാ, ഇവിടെ എനിക്ക് ഏത് സമയത്ത് വരാം പോകാം. ഭാര്യ ഉപേക്ഷിച്ചില്ലേ നീ, പിന്നെ എന്തിനാ ഭാര്യ വീട്? അത് പിന്നെ നിയമപരമായിട്ട് ബന്ധം പിരിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. ഇനി പിരിയാൻ എന്തിരിക്കുന്നു, 1 വർഷം കഴിഞ്ഞില്ലേ അവളെ ഉപേക്ഷിച്ചിട്ട്. അത് പിന്നെ നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും ഷെറിന്റെ ഭർത്താവാണ്. ഇപ്പൊ എന്താ തിരിച്ചു വരാൻ കാരണം അത് പറ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആരാ ആങ്ങളയുടെ ഭാര്യ ഇറങ്ങി വന്നിട്ട്, എന്നാ റോബിച്ചായ പ്രശ്നം? ഇയാൾക്കിപ്പം ഷെറിനെ കാണണമെന്ന് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ പോലെ ഇട്ടിട്ട് പോയിട്ട് വർഷം 1 കഴിഞ്ഞു, ഇപ്പോഴാണോ ഷെറിന്റെ കാര്യം ഓർത്തത് ടോണി? അപ്പോഴത്തേക്കും
നമ്മുടെ ആങ്ങളുടെ ഭാര്യ പറഞ്ഞു, കാണാൻ വന്നവര് കാണട്ടെ, നമുക്ക് എന്താ നഷ്ടം? അങ്ങനെ കാണട്ടെ. ഇത്രയും നാൾ എവിടെയായിരുന്നു ഇയാള്? എന്തിനാ റോബിച്ചായ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അയാള് കണ്ടിട്ട് പോട്ടെ. ഓ, ഇയാളുടെ നിപ്പും മൊട്ടും ഭാവവും കണ്ടില്ലേ, ഗുണ്ട മാതിരി. അപ്പൊ ടോണിച്ചൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഞാൻ പറയാ, എനിക്ക് ഷെറിനെ കാണണം, എനിക്ക് ഷെറിനെ കണ്ടേ പറ്റൂ. എന്നാത്തിനാ ഇപ്പൊ കാണുന്നത്? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണം, അറിഞ്ഞേ പറ്റൂ. ഓ, ആരാറ്റമ്മയ്ക്ക് ഭ്രാന്ത് വന്ന കാണാൻ നല്ല രസമെന്ന് കേട്ടിട്ടുണ്ട്. കളി കാണാൻ വന്നാലേ എന്റെ പെങ്ങടെ. ഓ, കാണാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടല്ലോ. ദേ, ഇത് ഞങ്ങളെ വീടാണേ. ഈ വീട്ടിൽ കയറി കളിച്ചാല് രണ്ടു കാലിൽ നീ തിരിച്ചു പോകില്ല ടോണി. അല്ല, ഭീഷണിയാണോ റോയിച്ച? ദേ, ഞാൻ പത്തനാപുരം സർക്കിൾ ഓഫീസിൽ കയറിയിട്ടാ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോഴും ബന്ധം പിരിഞ്ഞിട്ടില്ലാത്ത ഭാര്യയെ കാണാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഒരു കോൾ മതി. ആ കോളില് ഇവിടെ എത്തിക്കോളും ബാക്കിയുള്ളവര്. പിന്നെ പോലീസിനെ പട്ടാളത്തിന് ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളത്, അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട ടോണി. പോലീസ് മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും കുറച്ച് നാട്ടുകാരൊക്കെ ഇവിടെ വരും എന്റെ ഭാര്യനെ കാണാന്. എനിക്ക് അവര് അവകാശം നേടിത്തരും. പിന്നെ ഇത്രയും നാള് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതൊക്കെ നാട്ടുകാർ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയതും നമ്മുടെ ഷെറിന്റെ ആങ്ങളെ പറഞ്ഞു, ടോണിക്ക് അവളെ കണ്ടാ മതി, കയറി കണ്ടോ. അതിനായിട്ട് ഇനി പോലീസുകാരെയോ നാട്ടുകാരെയോ പട്ടാളത്തിനെയോ മെമ്പർമാരെയോ ഒന്ന് വിളിക്കേണ്ടത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ റോയിച്ചന്റെ ഭാര്യ പറഞ്ഞു, കയറി വാ, ഞാൻ കാണിച്ചു തരാം ഷെറിനെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ടോണി ഷെറിനെ കാണാനായിട്ട് റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ റോയി ഇല്ലേ, ഷെറിന്റെ ആങ്ങള, ഫോൺ എടുത്തിട്ട് നേരെ മൂത്ത ആങ്ങളേനെ വിളിക്കാണ് കേട്ടോ. അതായത് നമ്മുടെ റോയി ഇളയ ആങ്ങളെയാണ്. മൂത്ത ആങ്ങളേനെ, റോയി അല്ല സോറി, റോബി മൂത്ത ആങ്ങളേനെ വിളിക്കുകയാണ് കേട്ടോ. ഷെറിന്റെ മൂത്ത ആങ്ങളേനെ വിളിക്കുകയാണ്, പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ടേ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെറിന്റെ റൂമിലേക്ക് ടോണി കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പം ഡോറ് തുറന്നു, ഡോർ ഇങ്ങനെ കൊട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ഷെറിൻ ഡോർ ഇങ്ങനെ തുറന്നിട്ട് കട്ട കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്, തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. മുഖം കൊടുത്തിട്ടില്ല, തിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ടോണിച്ചായനാന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ ടോണിച്ചായൻ ഷെറിന്റെ അടുത്തേക്ക് ചെന്നതും ഷെറിൻ ഇങ്ങനെ തിരിഞ്ഞതും ടോണിച്ചായനെ കണ്ടു. ടോണീനെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഷെറിൻ മൊത്തം അങ്ങോട്ട് മാറ്റാണ് കേട്ടോ. ടോണിനെ കണ്ട ഉടനെ തന്നെ ഓടി വന്ന് നമ്മുടെ ടോണിനെ കെട്ടിപ്പിടിക്കാണ്. ടോണിച്ചായാന്ന് പറഞ്ഞൊരു കെട്ടിപ്പിടുത്തം പിടിച്ചു. തിരിച്ച് നമ്മുടെ ടോണി കെട്ടിപ്പിടിക്കാനൊന്നും പോയില്ല കേട്ടോ. ടോണിയുടെ മനസ്സിൽ കാണുമായിരിക്കും ഇപ്പോഴും ആ ഒരു ഇത് കാണുമല്ലോ, തന്നെ ചതിച്ച് തന്റെ ഭാര്യ എന്നുള്ള ഇത് കാണുമായിരിക്കുമല്ലോ. ചതിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഷെറിന് മുൻ കാമുകൻ ഉണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഇത്രയും നാളും അങ്ങനെ ചേർത്ത് പിടിക്കാത്ത നമ്മുടെ ടോണി പതുക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടി തുടങ്ങി, കൈ ഇങ്ങനെ പൊക്കിയതും ടോണിനെ കൊണ്ട് പറ്റണില്ലത്. അതങ്ങനെ ആയിരിക്കാം, അതങ്ങനെയാണല്ലോ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ടോണിക്ക് അങ്ങനെയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഷെറിന് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുക. ടോണിച്ചായ എന്നെ ഇട്ടിട്ട് പോയില്ലേ, ടോണിച്ചായ എന്തിനാ ടോണിച്ചായ എന്നെ ഇട്ടിട്ട് പോയത്, എന്തിനായിരുന്നു എന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്, സന്തോഷം കൊണ്ട് കിടന്ന് കരയാണ് കേട്ടോ. സങ്കടവും ഉണ്ട്, അതിന്റെ കൂടെ സന്തോഷവും ഉണ്ട് ടോണിച്ചൻ വന്നതിന്റെ. ഇത് കണ്ടോണ്ട് നമ്മുടെ ഷെറിന്റെ നാത്തൂൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷെറിൻ ചോദിച്ചു, അല്ല എന്നെ കാണാൻ വന്നതല്ലേ ടോണിച്ച, എന്നെ കാണാൻ വന്നതല്ലേ, എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ, എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ലേ ടോണിച്ചായ, അല്ലേ അത് പറ ടോണിച്ചായ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടോണി നിന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കര കരച്ചില് നമ്മുടെ ഷെറിന്. എന്നിട്ട് പറഞ്ഞു, അതെ ടോണിച്ചായ, ഇവിടെ ഉണ്ടല്ലോ എല്ലാരും പറയാണ് എനിക്ക് ഭ്രാന്താണെന്ന്. അല്ലല്ലോ, എനിക്ക് ഭ്രാന്തല്ലല്ലോ ടോണിച്ചായ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലോ ടോണിച്ചായ, എന്നെ കൊണ്ടുപോണേ ടോണിച്ചായ, എനിക്ക് പറ്റില്ല ടോണിച്ചായ ഇവിടെ നിൽക്കാനായിട്ട്, എനിക്ക് ടോണിച്ചായന്റെ കൂടെ വന്നാൽ മതി, നമുക്ക് ഒന്നിച്ചു പോണേ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോണേ, എന്നെ ഈ റൂമിനകത്ത് ഒരു പൂട്ടിയിട്ടേക്കോ ടോണിച്ചായ, പ്ലീസ് ടോണിച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരഞ്ഞ് നമ്മുടെ ഷെറിൻ കെട്ടിപ്പിടിക്കുക. കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ സങ്കടം തോന്നിപ്പോകും കേട്ടോ. കാരണം ആ പെങ്കൊച്ചിന്റെ ഒരു മാനസികാവസ്ഥയെ, എന്റെ ചക്കരി, എന്റെ മുത്ത ടോണിച്ചായൻ എന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പൊലമ്പുന്നുണ്ട് അതിന്റെ കൂടെ. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.